ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സോയ റൈസാണ്. നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റൈസാണ്. ഞാനിവിടെ സോയ ചങ്ക്സിന് പകരം സോയ ഗ്രാന്യൂൾസ് ആയിട്ട് കിട്ടും. അതായത് കുറച്ചുകൂടെ ഏകദേശം ഒരു പൊടി മാതിരി ഉണ്ടാവും സോയ ഗ്രാന്യൂൾസ്. നമുക്ക് ഇത് വെച്ച് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതേമാതിരി നമുക്ക് ബസ്മതി അരി വേണം. അതും ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതെല്ലാം രണ്ടും സെറ്റാക്കി വെക്കുക. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടും അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അപ്പം എല്ലാം കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽമയുടെ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ നെയ്യ് കഴിഞ്ഞു. ഇനി അടുത്തത് ഉരുക്കാൻ പോകുന്നേ ഉള്ളൂ. തൽക്കാലം കടയിൽ നിന്ന് വാങ്ങിയ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജീരകം കടുക് പൊട്ടുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് 3 ഗ്രാമ്പൂ, ചെറിയ 2 കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായതുകൊണ്ടാണ് 2 ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു വലിയൊരു കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു വഴനയില, അതായത് ബേ ലീഫ്, അതും ആഡ് ചെയ്തു. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് നല്ലൊരു മണം വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഈ റൈസ് വളരെ പാവം റൈസാണ് കേട്ടോ. ഒരുപാട് സ്പൈസി ഒന്നുമല്ല. നമുക്ക് കൂടെ കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറി തന്നെ വേണം. കാരണം അധികം സ്പൈസി അല്ല, ഒരുപാട് മസാലാസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. ഞാൻ അതിലോട്ട് ഒരു 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ട്രാൻസ്പാരൻ്റ് ആവണം. അതായത് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുവരെ ഒന്ന് ഇളക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തക്കാളി, ഒരു കുഞ്ഞ് തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സാധാരണ മീഡിയം സൈസ് തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പാതി മതിയാവും. ഒരു തക്കാളിയുടെ പാതി മതിയാവും. അപ്പം അധികം പുളിയൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു സിമ്പിൾ റൈസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞ് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തക്കാളി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മഷി മാതിരി ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ തക്കാളി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാണ് ഞാൻ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ സോയ ഗ്രാന്യൂൾസ് ആണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ. സോയ ഗ്രാന്യൂൾസിന് പകരം നിങ്ങൾക്ക് സോയ ചങ്ക്സ് തന്നെ എടുക്കാം. അത് തന്നെ പല സൈസിൽ വരുന്നുണ്ട്, ചെറുത് വലുതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എടുക്കാം. ഞാൻ സോയ ചങ്ക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്രാന്യൂൾസ് വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ ഏതാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫ്രഷ്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ചോളം ഫ്രോസൺ ആയിട്ട് കിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലോട്ട് പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള പീസാണ്. അപ്പം പെട്ടെന്ന് കുക്കാവും. ഒന്നല്ലെങ്കിൽ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്രോസൺ കിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ
2 വലിയ ടേബിൾ സ്പൂൺ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഗ്രീൻ പീസ് റൈസ് അല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നത് സോയ ഗ്രാന്യൂൾ കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സോയ റൈസ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് കുറച്ച് മതി, ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടി മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഫ്രഷ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പീസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു 1-2 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് എക്സ്ട്രാ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷോ ഫ്രോസണോ പ്രിഫർ ചെയ്യുന്നത്. ഞാനപ്പം ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച സോയ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സോയ ഗ്രാന്യൂൾസ് ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. സോയ ചങ്ക്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1 കപ്പ് സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അരി ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം പിഴിഞ്ഞിട്ട് ഞാൻ ചങ്ക് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോയ ഗ്രാന്യൂൾസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തീ കുറയ്ക്കണം, കരിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. കാരണം സവാള, തക്കാളി, പച്ചമുളക്, നെയ്യ് എല്ലാം മിക്സ് ആവണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഞാൻ വലിയൊരു സ്പൂൺ അല്ലെങ്കിൽ വലിയൊരു ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബസ്മതി അരി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട് തമ്മിൽ. അപ്പോൾ ഇനി ഞാൻ അതിലോട്ട് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു പുളിപ്പും വരും, നല്ല ടേസ്റ്റും എക്സ്ട്രാ നമുക്ക് കിട്ടും. അതിൻ്റെ തൈര് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൽ വേറെ സ്പൈസസ് ഒന്നുമില്ല. നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത ബേ ലീഫും ഗ്രാമ്പൂവും പട്ടടയും ഫ്ലേവറും മാത്രമേ ഉള്ളൂ. ആ ഹോൾ സ്പൈസസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ മുളക് പൊടിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ സിമ്പിൾ റൈസാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറി വേണം പറയണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ കടായി പനീരോ അങ്ങനെ വല്ലതും പ്രിഫർ ചെയ്യാം. ഇല്ലെങ്കിൽ ചില്ലി ചിക്കനോ അങ്ങനെ വല്ലതും പ്രിഫർ ചെയ്യായിരിക്കും ഇതിൻ്റെ ഒപ്പം നല്ലത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. 2-3 മിനിറ്റ് ഇനി കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നതാണ് നല്ലതാണ് കേട്ടോ. അപ്പം അരിയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഏകദേശം ഒരു 1.5-1.25 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ബസ്മതി ഈ അരി വേവാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അരിക്കാണ് ഞാൻ അളവ് പറയുന്നത്. ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ അളക്കാൻ നോക്കുക. അത് ഞങ്ങൾക്ക് 2 പേർക്ക് കറക്റ്റായിരിക്കും. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം അരി ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് മാറും. കറക്റ്റായിട്ട് 1.5 കപ്പ് മതിയാവും. ഞാനതിലേക്ക് 1.25 ഒന്ന് എക്സ്ട്രാ ഒന്ന് ഡ്രൈ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1.25 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഈ അരി വെന്തോളും. ബസ്മതി അരിയിൽ വേഗം കുക്കാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത്. സിമ്പിളാണ്, കണ്ടില്ലേ. കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് വേണ്ടൂ. കുറച്ച് ഇതിന് ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് സോയയും അരിയും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്നും നോക്കണം, അടിയിലൊന്നും പിടിക്കുന്നില്ലല്ലോ എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം. 1 വിസിൽ വരുന്നവരെ കുക്കറിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ പാനിലാണ് ചെയ്യുന്നത്.
ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണ്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കി വേവിക്കും. ഇപ്പോൾ ഇടയിൽ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു, കണ്ടില്ലേ ഇപ്പോൾ തന്നെ റൈസ് ഏകദേശം കുക്കായിട്ടുണ്ട്, എന്നാൽ മുഴുവൻ കുക്കായിട്ടില്ല. അപ്പോൾ ഞാൻ അതിലോട്ട് ചെറുതായിട്ട് കളറ് വരാൻ വേണ്ടിയിട്ട്, നിർബന്ധമില്ല, എനിക്ക് കുറച്ച് ആ കളർ ഇടയിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടല്ലേ ഇടയിൽ ചില റൈസസ് യെല്ലോ റൈസ് ആയിരിക്കുന്നത്, അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യണമൊന്നുമില്ല, അങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ബാക്കി ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ കുക്കാവട്ടെ. കുക്കായ ശേഷം നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയായി. ഞാൻ തുറന്നു, കണ്ടില്ലേ ആ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത ഭാഗം മാത്രം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കളർ വന്നിരിക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. കറക്റ്റായിട്ട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടാണ് വെന്തിരിക്കുന്നത്. അപ്പം റൈസ് റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, വെള്ളം പോകുന്നവരെ. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൈസ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നിങ്ങൾക്ക് ഇനിയും ഇതേമാതിരിയുള്ള ഡിഫറെൻറ്റ് റൈസ് റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ സോയ ഗ്രാന്യൂൾസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കും സോയ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് സോയ ഗ്രാന്യൂൾസ് ആകുമ്പോൾ നമ്മൾ പെറുക്കി മാറ്റി വയ്ക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഗ്രാന്യൂൾസ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ചങ്ക്സ് ആകുമ്പോൾ ഞാൻ പെറുക്കി മാറ്റും, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ട്രൈ നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.